ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പേരാണ് ഋതിക. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാട്സ് ഇൻ മൈ ബാഗാണ്. പിന്നെ ഞാൻ 10th പഠിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഗൈഡ്സ് ആണ് പഠിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗൈഡ്സിലോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാട്സ് ഇൻ മൈ ബാഗിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഗൈഡ്സ് വരുന്നത്. കുറച്ചൊക്കെ ഞാൻ വാങ്ങിയത്, പിന്നെ കുറേയൊക്കെ ഞാൻ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് ഈ ഒരു A+ ഗൈഡ്, പിന്നെ SSLC ബാങ്ക് റാങ്ക് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബുക്കാണ് കേട്ടോ. ഇത് ഞങ്ങളെ സ്കൂളിലോട്ട് ന്യൂ ജ്യോതി എന്ന് പറഞ്ഞൊരു ആൾക്കാർ വന്നിട്ട് അവർ വാങ്ങാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ. ഇങ്ങനത്തെ 2 പാർട്ട് വരും, ഇതേപോലെ തന്നെ വേറെ ഒരെണ്ണം. അപ്പോൾ ഇതാണ് ഒരെണ്ണം. പിന്നെ അടുത്തെന്ന് പറയുന്നത് ലേബറിൻ്റെയാണ്. ലേബറിൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് 2017 വരുന്ന കേട്ടോ. അപ്പോൾ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, കസിൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയതാണ്. ഇതെന്ന് പറയുന്നത് എല്ലാ ഇഷ്യൂസൊന്നും ഇല്ല കേട്ടോ. ഇത് 2ഉം 3ഉം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരിക. അപ്പോൾ പിന്നെ കുറേയൊക്കെ സ്റ്റുഡൻസിൻ്റെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കസിൻസിൻ്റെ കയ്യിൽ നിന്നും ജൂനിയേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയതാണ്. അങ്ങനെ പിന്നെ ഈ ഒരു സംഭവമുണ്ട്. ഇത് മലയാളം മീഡിയത്തിൻ്റെ കേട്ടോ. പിന്നെ ഈ ഒരു എക്സാമിനെന്ന് പറയുന്നതൊക്കെ ഞാൻ കസിൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും അതേപോലെ തന്നെ SSLC ക്വസ്റ്റ്യൻ ബാങ്ക്, അങ്ങനെ ഇത് ഒരെണ്ണം. പിന്നെ ലേബറിൻ്റെ 2017 വരുന്നത്. പിന്നെ SSLCൻ്റെ ചാപ്റ്റർ വൈസ് സമ്മറി, ടെക്സ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ വരുന്ന ഈ ഒരു ഇതും. പിന്നെ ഇതേപോലെ തന്നെ ആ ലേബറിൻ്റെ ബാക്കി ഇഷ്യൂസൊക്കെ. അപ്പോൾ മറ്റേ അങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ളതെല്ലാം ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ ഇതും പിന്നെന്ന് പറയുന്നത് ഞാൻ ഈ ഒരു A+ കോർണറും കൂടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷിൻ്റെ എല്ലാ സംഭവങ്ങളും കിട്ടൂല. അപ്പം ഞാൻ ഇതൊരു സീനിയറിൻ്റെ ഇത് വാങ്ങിയതാണ്. ഞങ്ങളുടെ സ്കൂളിൽ ഈ പ്രാവശ്യം ഇല്ലായിരുന്നു. അപ്പം ഞാൻ സീനിയറിൻ്റെ നിന്നൊരു ആളുടെ അടുത്ത് വാങ്ങിയതാണ്. അപ്പം ഇതൊക്കെയാണ് ഗൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വാട്സ് ഇൻ മൈ ബാഗിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബാഗ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വയനാട്ടിലാട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരാഴ്ചയായിട്ട് ഭയങ്കര മഴയായതുകൊണ്ട് ഒരാഴ്ചയായിട്ട് ക്ലാസ്സും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാഗിൽ എന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഉള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, സ്കൂളിൽ പോകാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് 4 കളികളാട്ടോ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് കളി എന്ന് പറയുന്നത് നിങ്ങൾ അധികം പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. ഇത് ഏറ്റവും എല്ലാവരുടെ കയ്യിലും ഉള്ള കൂട്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വലുതായിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ മേക്കപ്പ് സാധനങ്ങളും അങ്ങനെ ഗേൾസിൻ്റെ പരമായിട്ടുള്ള വലിയതായിട്ട് ഒരു സാധനങ്ങളും ഞാൻ കൊണ്ടുപോകാറില്ല. എല്ലാ ഇടത്തുള്ള കൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏറ്റവും ചെറിയ കളിയിലോട്ട് കിടക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, എല്ലാവരുടെ കയ്യിലുള്ള കൂട്ട് സാധാ കാര്യങ്ങളും ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട്. പിന്നെന്ന് പറയുന്നത് ഒരു പൗച്ച് ഉണ്ട്, ഒരു യൂണിക്കോണിൻ്റെ ഒരു പൗച്ചാണ്. അതിലെന്ന് പറയുന്നത് എന്താ സാധാ പെൻസിലും പേനയും പിന്നെ ഒരു ഹൈലൈറ്ററും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഒരു നോട്ടാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ നോട്ടാണ് കേട്ടോ, ഒരു കുഞ്ഞിത്. ഇതെന്ന് പറയുന്നത് ഞാൻ ബുക്കിൻ്റെ പേജ് ഇങ്ങനെ എഴുതാത്ത ബുക്കിൻ്റെ പേജിൻ്റെ ഇവിടെ കണ്ടു ഇങ്ങനൊരു സംഭവം, ഈ ഒരു വര വരുന്നത് ഞാൻ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റും, ഇപ്പോൾ ഹോംവർക്ക് ആണെങ്കിൽ ഹോംവർക്ക്, എക്സാം ആണെങ്കിൽ എക്സാം, അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ചിലവർ മറന്നു പോകും. അപ്പോൾ ഇതാണെങ്കിൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഓർമ്മ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഞാൻ ബുക്കിൻ്റെ പേജ് ഇവിടെ ഈ ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയോണ്ട് ഇവിടെ നമുക്ക് ഡേറ്റ് ഒക്കെ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഉപകാരപ്പെട്ടൊരു ബുക്കാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് എന്തുവാ, വാസ്ലിനാണ്. ഇത് ശരിക്കും പകല് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ ഭയങ്കര മഴ ആയതുകൊണ്ട് പിന്നെ പകല് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ അതുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് മുട്ടായി അല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും. അപ്പോൾ മറ്റൊരു ടൈഗർ ബാമിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ ഡപ്പ പോലത്തെ, അത് ചില്ലായതുകൊണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ വെയിലിടുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഇതിലാണെങ്കിൽ ഇത് കണ്ടോ, ഇതിങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തോണ്ടിയെടുത്തേക്കാം. അപ്പോൾ അതിന് ഈ ഒരു സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്ന് പറയുന്ന ഒരു ID കാർഡിൻ്റെ, ഇത് പഴയതാട്ടോ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചുമ്മാ എടുത്തതാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ എന്ന് പറയുന്ന ഒരു കർച്ചീഫ് ഉണ്ട്, നമുക്ക് മുഖം തുടയ്ക്കാനും ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലും
മോൻ തുടയ്ക്കാനൊക്കെ ആയിട്ട് കൈയൊക്കെ തുടയ്ക്കാനായിട്ട് കുറച്ച്. അടുത്തെന്ന് പറയുമ്പോൾ ഈ കളിയിൽ ഇത്രേ ഉള്ളൂ. ഞാൻ അടുത്ത കളി എന്ന് പറയാൻ, ഈ കളി എന്ന് പറയുന്നത് എന്താ, ലഞ്ച് ബോക്സും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ലഞ്ച് ബോക്സ് ഇതൊക്കെ എടുത്ത് വെക്കും. അപ്പം അതുണ്ട്, ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും. അടുത്തത് മൂന്നാമത്തെ കളി എന്ന് പറയുമ്പോൾ ഞാൻ ഇതുണ്ട്, ഇപ്പം നേരത്തെ കാണിച്ച ഗൈഡാണ് പിന്നെ ഇതിലോട്ട് എടുത്ത് വെച്ചത്. അപ്പോൾ ഈ ഒരു ഗൈഡ് കൊണ്ടുപോകും. എന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഹോംവർക്ക് ചിലപ്പോൾ ചെയ്യാണ്ട് പോകും ക്ലാസ്സിൽ. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അവിടെ എന്തെങ്കിലും ഡൗട്ട്സോ ഹോംവർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൽ നോക്കിയിട്ട് ചെയ്യാം. അങ്ങനെ അത്യാവശ്യം എല്ലാ സബ്ജക്റ്റും ഉള്ളതുകൊണ്ട് തന്നെ ഇത് മാത്രം എടുത്താൽ മതി. അപ്പം അങ്ങനെ പറഞ്ഞ് എടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത കളി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കളി, അതിലാണ് ബുക്സ് ഒക്കെ വെക്കുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് എൻ്റെ ബുക്സ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് എടുത്തു വേണ്ട. അടുത്തെന്ന് പറയുന്നത് ഞാൻ ഇതേപോലത്തെ ഒരു ഫയൽ എടുക്കും കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എക്സാമൊക്കെ ഇടുമല്ലോ, അപ്പം നമുക്ക് ന്യൂസ് പ്രിന്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളൊരു ഫയലാണ് കേട്ടോ. അപ്പം അത് പറഞ്ഞെടുക്കും. പിന്നെ അടുത്തെന്ന് പറയുന്നത് നേരത്തെ കാണിച്ച ഒരു A+ കുറവാണ്, അത് തന്നെയാണ്. നമുക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ സമ്മറൊക്കെ ടീച്ചർ പറയുമ്പോൾ എഴുതാലോ, അപ്പോൾ അതിനങ്ങനെ. പിന്നെ വേറൊരു എക്സാമിന് പറഞ്ഞൊരു മാത്തമാറ്റിക്സിൻ്റെ ഹോംവർക്കൊക്കെ ചെയ്യാനും പിന്നെ പഠിക്കാനൊക്കെ ആയിട്ടൊരു ബുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ബേഗിൽ. വലുതായിട്ടൊന്നുമില്ല, എല്ലാവരുടെ അടുത്തുള്ള കൂട്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബേഗിലും പിന്നെ ഇന്ന് ഗൈഡ്സൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.